മഞ്ചേശ്വരത്ത് ബി.ജെ.പിയെ തോൽപ്പിക്കാൻ CPIM വോട്ടും സ്വീകരിക്കുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി. ഇടതുപക്ഷ അനുഭാവികളുടെയും വോട്ട് ലീഗിന് ലഭിക്കാറുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെന്നും മാഹിൻ ഹാജി പറഞ്ഞു. മുസ്ലിം ലീഗ് അതുപോലെ തന്നെ കോൺഗ്രസ് നല്ല ശക്തമായ ഒരു സാന്നിധ്യമുള്ള ഒരു നിയോജക മണ്ഡലമാണ് മഞ്ചേശ്വരം. അത് UDFിൻ്റെ വോട്ട് മാത്രം മതി. CPIMൻ്റെ വോട്ട് വേണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താണെന്ന് പറഞ്ഞാൽ തരുമ്പോൾ എല്ലാവരും ആരോട്ടായാലും വേണ്ടെന്നറിയാൻ പറ്റില്ല. അപ്പോൾ വോട്ട് സ്വീകരിക്കുന്ന നിലപാട് എപ്പോൾ ഉണ്ടാവും ആരായാലും. മതേതര ചിന്താഗതിയുള്ള എല്ലാവരും UDFിന് വോട്ട് ചെയ്യുന്നുണ്ട്. കാരണം വർഗീയ ശക്തിയായ BJP ഒരു സീറ്റ് നേടാതിരിക്കാനും വേണ്ടി ഉള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് മതേതര ശക്തികളായ എല്ലാവരും, ന്യൂനപക്ഷം മാത്രമല്ല ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരും UDFിന് വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നുണ്ട് കാസർഗോഡ് നിന്ന്. രതീഷ്, ഗുഡ് മോർണിംഗ്. ഈ കല്ലട്ര മാഹിൻ ഹാജി ഇതിപ്പം ആദ്യമായിട്ടല്ല, നേരത്തെയും സമാനമായ രീതിയിൽ പരസ്യമായും ഫേസ്ബുക്കിലൂടെയും ഒക്കെയും ഈ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇപ്പോഴും അത് തുടരുന്നു. ഇപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പരസ്യമായ ഒരു രഹസ്യമാണ് എന്ന് തന്നെ പറയാം. അത് നേരത്തെ തന്നെ പറയുന്നുണ്ട്. UDFിൻ്റെ വിജയത്തിന്, മുസ്ലിം ലീഗിൻ്റെ ഒക്കെ നിർണായകമായ വിജയത്തിന് LDFിൻ്റെ സഹായമുണ്ട്. 2021 89 വോട്ടുകൾക്ക് UDF വിജയിച്ചതിലും 2021 വിജയത്തിലും ഒക്കെ തന്നെ LDFിൻ്റെ സ്വാധീനമുണ്ട്. LDFിൻ്റെ നിർണായക ഇടപെടലാണ് BJPയെ മാറ്റി നിർത്തിയെന്ന ചർച്ച അനൗദ്യോഗികമായി പുറത്തൊക്കെയുണ്ട്. അത് ശരിവെക്കുന്ന തരത്തിൽ LDF ഞങ്ങളെ പല ഘട്ടങ്ങളിൽ സഹായിക്കാറുണ്ട്, ഇടത് അനുഭാവികൾ സഹായിക്കാറുണ്ട്, CPIMൻ്റെ വോട്ട് പോലും ഞങ്ങൾ സ്വീകരിക്കാറുണ്ട് എന്ന് തുറന്നു പറയുന്ന ഒരു സാഹചര്യമാണ്. അതൊരു സത്യസന്ധമായ പറച്ചിൽ കൂടിയാണെന്ന് പറയേണ്ടി വരും. കാരണം നിർണായക ഘട്ടങ്ങളിൽ ഇടതുപക്ഷം അത്തരത്തിലൊരു സമീപനം നടത്തുന്നു എന്ന സ്ഥിരമായി ലീഗിനെ ജയിപ്പിക്കാൻ അല്ലെങ്കിൽ UDFിനെ ജയിപ്പിക്കാനുള്ള ഇടപെടൽ നടത്തുന്ന ആക്ഷേപം ഇപ്പോൾ CPIM അണികളിൽ തന്നെ വലിയ വിവാദമായിരിക്കുകയാണ്. കാരണം നിരന്തരം ലീഗിനെ ജയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ലീഗ് പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ BJPയുമായി കൂട്ടിക്കൂടി CPIMനെ അട്ടിമറിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപമുള്ള ആ സമയത്താണ് മാഹിൻ ഹാജി ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുന്നത്. കാരണം CPIMൻ്റെ വോട്ട് തങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ആ വോട്ട് സ്വീകരിക്കുന്നത് വലിയ പ്രശ്നമായി തോന്നുന്നില്ല. ആര് വോട്ട് തന്നാലും സ്വീകരിക്കും. മതേതര ചേരിയെ വിജയിപ്പിക്കാനുള്ള പിന്തുണ എന്ന നിലയിലാണ് അത് സ്വീകരിക്കപ്പെടുന്നത്. മുൻകാലങ്ങളിലും അത് ഉണ്ടായി എന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം. എന്തായാലും നിലവിൽ ലീഗിനെതിരെ വലിയ ആക്ഷേപമുണ്ട്. LDFിൻ്റെ സ്ഥിരം ഒരു സ്വന്തം സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരാളെ വേണം എന്നൊക്കെ പറയുന്നതിനിടയ്ക്കാണ് ഈ പ്രസ്താവനയും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സേതുലക്ഷ്മി. ഓക്കെ.